കഴിഞ്ഞ ദിവസം പുലർച്ചെ 6 മണി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ തിരുവനന്തപുരം മംഗളൂരു അന്ത്യോദയ എക്സ്പ്രസിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി. 1-ാം പ്ലാറ്റ്ഫോമിലെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി. മേശപ്പുറത്ത് ഒരു പൊതി വെച്ചു. ഓടി വീണ്ടും വണ്ടിയിൽ കയറി. പോലീസ് പൊതി അഴിച്ചു നോക്കിയപ്പോൾ ഒരു കുറിപ്പും ചോക്ലേറ്റും. കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു: നന്ദി കേരള പോലീസ്, പാതിരാത്രിയിലെ യാത്രയുടെ കാവലിന് നന്ദി. പോലീസ് CCTV ദൃശ്യം പരിശോധിച്ചു. പെൺകുട്ടി തീവണ്ടിയിൽ നിന്നും ഇറങ്ങുന്നതും പൊതി മേശമ്മേൽ വെച്ച് ഓടി വണ്ടിയിൽ കയറുന്നതും കണ്ടു. കാസർഗോഡ് ഭാഗത്തേക്ക് യാത്ര ചെയ്ത പെൺകുട്ടിയെക്കുറിച്ച് പോലീസിന് അറിയില്ല. കുട്ടി എഴുതിയ കുറിപ്പിനെക്കുറിച്ച് പോലീസ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ഇതുപോലെ നമ്മുടെ മക്കളുടെ ഒരു വാക്ക് മതി, ഞങ്ങൾക്ക് അഭിമാനം, കേരള പോലീസ്. അന്ത്യോദയ എക്സ്പ്രസിൽ എസ്കോർട്ടിലെന്ന് പോലീസ് പറയുന്നു. യാത്രയിൽ എവിടെ നിന്നെങ്കിലും ലഭിച്ച സുരക്ഷയായിരിക്കാം ഈ സ്നേഹത്തിന് പിന്നിലെന്ന് അവർ കരുതുന്നു. രാവിലെ നമ്മുടെ അന്ത്യോദയ എക്സ്പ്രസ് വന്ന സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി പെട്ടെന്ന് ഇവിടെ ഒരു പൊതിയായിട്ട് വന്നിട്ട് നമ്മളെ ഇവിടെയുള്ള ചെയറിൽ വെച്ചു. എന്നിട്ട് നമ്മൾ അവിടെ ഒന്നും സംസാരിക്കാതെ, നമ്മളോട് പെട്ടെന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല ആ സമയത്ത്. പെട്ടെന്ന് തന്നെ അവിടെ വെച്ചിട്ട് കുട്ടി തിരിച്ച് അതേ വണ്ടിയിൽ തന്നെ തിരിച്ച് കയറിപ്പോയിട്ട് അതിനകത്ത് കയറി കിടക്കുക ചെയ്ത് ആ സമയത്ത്. അപ്പോൾ നമ്മളിതെന്താ സാധനം എന്നില്ല ഒന്ന് നോക്കുമ്പോൾ ആ പൊതി അഴിച്ചു നോക്കിയ സമയത്താണ് അതിനകത്ത് ഒരു മിഠായി ആണെന്ന് കണ്ടത്. ചോക്ലേറ്റ് ആയിരുന്നു അതിനകത്ത്. അതുപോലെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു നൈറ്റിൽ നല്ല എന്താ പറയുക യാത്രയിൽ ആ കുട്ടീനെ കെയർ ചെയ്തതിന്, ആ കുട്ടീൻ്റെ യാത്രയിൽ പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ കേരള പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ട്രെയിൻ യാത്രയിൽ. അതുകൊണ്ട് അതിലുള്ള സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട്, കേരള പോലീസിനോടുള്ള സന്തോഷം നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മിഠായി വെച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പൊതുവേ നമ്മൾ ട്രെയിൻ യാത്രക്കിടയിൽ നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ കേരള പോലീസിൻ്റെ റെയിൽവേ പോലീസിൻ്റെ പെട്രോളിങ് നൈറ്റ് ട്രെയിനുകളിൽ എല്ലാ ട്രെയിനുകളിലും ഉണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് യാത്രയിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അലക്ഷ്യമായിട്ട്, വളരെ അലക്ഷ്യമായിട്ട് മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ ലാപ്ടോപ്പുകൾ, അവരുടെ ബാഗുകളൊക്കെ സീറ്റിൽ അവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ട് ബാത്റൂമിൽ പോകുന്നതും അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ബാഗ് വെച്ചിട്ട് കിടന്നുറങ്ങുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത്തരം യാത്രക്കാരെയൊക്കെ നമ്മൾ കണ്ട് സംസാരിച്ച് അവരെ വിളിച്ചുണർത്തിയിട്ട്, ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഫോൺ അലക്ഷ്യമായിട്ട് വെച്ചിട്ടാണെങ്കിൽ അവരെ വിളിച്ചുണർത്തിയിട്ട് കാര്യം പറഞ്ഞ് ആ ഫോൺ എടുത്ത് വളരെ ഭദ്രമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അതുപോലെ സ്ത്രീകൾ, തനിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ, കുട്ടികൾ, ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ യാത്രയിൽ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പട്രോളിംഗ് ആണ് നമ്മൾ നടത്തുന്നത്, ട്രെയിനിൽ നടത്തുന്നത്. അതേപോലെ പലപ്പോഴും ഇങ്ങനെയുള്ള യാത്രക്കാരുടെ നിന്ന് വളരെ എന്താ പറയുക രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണം നമ്മളെ നേരെ ഉണ്ടാകാറുണ്ട്. ഉറക്കം മുറിഞ്ഞതിൽ ഇല്ല ദേഷ്യം തീർക്കും നമ്മളോട് ചിലപ്പോൾ ചില ആൾക്കാർ. എനിക്കറിയാം, എൻ്റെ വസ്തുക്കൾ സൂക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ പോലീസിനെതിരെ ഒരുപാട് മോശം ആരോപണങ്ങളും പോലീസിനെതിരെ മറ്റ് എന്താ പറയുക പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലത്ത് പോലീസിന് ഒരു നല്ല ഒരു കാര്യം, പോലീസിനോടൊരു സ്നേഹം നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കുട്ടികൾ കാണിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും സന്തോഷം, വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ നടന്നത്.